2026 തന്നെ ഏറ്റവും വൺ ഓഫ് ദ സ്റ്റൈലിഷ് കാറുകളിലൊന്നായിട്ടുള്ള ഹുണ്ടായിൻ്റെ അയണിക് 5 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയണിക് 5ൻ്റെ തന്നെ നമ്മുടെ ഇതിൻ്റെ ട്രിം വരുന്നത് പ്രിഫേർഡ് ലോങ് വീൽ റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് വിത്ത് അൺലിമിറ്റഡ് പാക്കേജ് എന്ന് പറയുന്ന ആ ഒരു ട്രിമ്മിലുള്ള വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുതിയ ഡിസൈനാണ് നമ്മുടെ ഈ ഒരു ഹ്യുണ്ടായി അയണിക് 5ൽ നമുക്ക് വരുന്നത്. നമുക്കതുപോലെ തന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, 360 ക്യാമറ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ DRL ഇൻ്റഗ്രേറ്റ് ചെയ്ത് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലഷ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എയറോ സ്റ്റൈൽഡ് ആയിട്ടുള്ള ഒരു സ്പോക്കൊക്കെ കൂടിയുള്ള ഒരു മിഷലിൻ്റെ ഓൾ സീസൺ ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 255, 45, R20 20 ഇഞ്ചിൻ്റെ ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അവിടെ നമുക്ക് ബാക്ക് സ്റ്റൈലിങ്ങിലേക്ക് അല്ലെങ്കിൽ റിയർ സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോഴത്തേനും ഒരു മൾട്ടി ആംഗിൾ ആയിട്ടുള്ള ഒരു റിയൽ ക്വാർട്ടർ പാനലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് വിൻഷീൽഡ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു പാരാമെട്രിക്സ് പിക്സൽ ലൈറ്റിംഗ് ആണ് നമുക്ക് ആ ഒരു ബാക്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് അയണിക് 5ൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു അയണിക് 5ലാണെങ്കിലും അയണിക് 9ലാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഈ പാരാമെട്രിക്സ് ഒരു പിക്സൽ ലൈറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് ആ ഒരു ബാക്കിൽ വരുന്നത്. അതിൻ്റെ ആ ബ്രേക്ക് ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതേപോലത്തെ ഒരു ലൈറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പുതിയ ഹുണ്ടായിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 745 ലിറ്റേഴ്സിൻ്റെ നമുക്ക് സ്പേസ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സീറ്റ്സ് നമുക്ക് 60-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1655 ലിറ്റേഴ്സിൻ്റെ ഒക്കെ നമുക്കൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കിത് ഇലക്ട്രോണിക്കലി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. നമുക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവർ ഡോർ സൈഡിലെ ആ ഒരു പാനൽ കാണുവാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സൈഡ് ഡോർ പാനൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ സൗണ്ട് സിസ്റ്റം വരുന്നു. ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അവിടുന്ന് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ എന്താ പറയുക ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ലോവർ ഹബിലായിട്ട് നമുക്ക് ഇതേപോലെ ഡ്രൈവ് മോഡ്സ് സെലക്ടറിൻ്റെ ആ ഒരു നോബും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോൾസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഓട്ടോ ഹോൾഡിന് ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ട്രാക്ഷൻ കൺട്രോൾസിൻ്റെ, അതുപോലെ ഡാഷ്ബോർഡിൻ്റെ AC വെന്റിലേഷൻ്റെ ആ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 12.3 ഇഞ്ചിൻ്റെ നമുക്കൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും ഒരു 12.3 ഇഞ്ചിൻ്റെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. രണ്ടും കൂടി ഒരു വലിയൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സ്ക്രീനാണ്. ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ പോലെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് വരുന്നുണ്ട്. അതിനകത്ത് ഹോം, മാപ്പ്, സെർച്ച് അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് വരുന്നുണ്ട്. വോളിയം കൺട്രോൾസിനാണെങ്കിൽ നമുക്ക് നോബ് വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ACൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. ACൻ്റെ കൺട്രോൾസൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു മൊത്തത്തിലൊരു ഡിജിറ്റലായിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് USB ചാർജിങ് പോർട്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സെൻറ്റർ ആം കൺസോളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലോട്ടിംഗ് സെൻറ്റർ ആം കൺസോളാണ് വരുന്നത്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഐലൻഡ് പോലെ കിടക്കുന്ന ഒരു കൺസോളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. പാർക്ക് അസിസ്റ്റിൻ്റെ ബട്ടൺസ് കാണാൻ പറ്റും. അങ്ങനത്തെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡീസൻറ്റ് സ്പേസ് വരുന്ന ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല ലെതർ എന്താ പറയുക ഒരു ഫിനിഷിലാണ് നമുക്ക് അതിൻ്റെ ഒരു ആംറസ്റ്റ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വരുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അവിടുന്ന് പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് അവിടെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലേഔട്ട് ഡിസൈനൊക്കെ ആണെങ്കിലും നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിലാണ് ആ ഒരു ലേഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സീറ്റൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കംഫി ആയിട്ടുള്ള ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് തീമിലാണ് നമുക്ക് അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അടിയിലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
വളരെ സ്മാർട്ടായിട്ട് തന്നെ നമുക്ക് വർക്കാവുന്ന മൊത്തത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുന്നത്. ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുന്നുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി കംഫർട്ടബിൾ ആകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ഫീച്ചറുകളാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. ഇനി അവിടെ നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ നമുക്കൊരു 500 ലിറ്ററിൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ലെതർ ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് വിൻഡോസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ബാക്കിൽ 2 സൈഡിലായിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ നമുക്ക് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് ആംബിയൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബാക്കിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വലിയൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഫീച്ചറും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലക്ഷറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് ചെറിയ സീറ്റ്സ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഷിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ സീറ്റ്സിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് നല്ല ബ്ലാക്ക് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ വരുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് AC വെൻസ് വരുന്നത് നമുക്ക് 2 സൈഡ് പില്ലേഴ്സിലാണ് നമുക്ക് AC വെൻസ് വരുന്നത്. അതുപോലെ നമുക്ക് നടുക്ക് ഈ സെൻറ്റർ കൺസോളിലായിട്ട് നമുക്ക് 2 USB Type-Cൻ്റെ ചാർജിങ് പോർട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു അകത്തു നിന്നുള്ളൊരു ഫീല് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി 2 ബാറ്ററിയിൽ നമുക്കിത് അവൈലബിൾ ആണ്. 58 kW ഒരു ബാറ്ററി പാക്ക് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് പാക്ക്. നമുക്കതുപോലെ 77.4 kW നമുക്ക് ആ ഒരു എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള നമുക്ക് ആ ഒരു ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവ് ടൈം വരുന്നത് സിംഗിൾ മോട്ടർ റിയൽ വീൽ ഡ്രൈവ് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ മോട്ടർ ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്. അതുപോലെ എക്സ്പെക്റ്റഡ് ഡ്രൈവ് റേഞ്ച് വരുന്നത് നമുക്കൊരു 394 മുതൽ ഒരു 500 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവ് റേഞ്ച് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് DC ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് 800 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 350 kW നമുക്ക് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 10 to 80% ഒക്കെ ഒരു 18 മിനിറ്റ്സിൽ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ലെവൽ 2 AC ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് ഈ നമ്മുടെ വീട്ടിലെ ഹോം ചാർജിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 hour to 6 hour ആ ഒരു റേഞ്ചിൽ നമുക്ക് 10% to 100% നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ബാറ്ററി ആണെങ്കിൽ. നമുക്കിവിടെ കാനഡയിൽ ഇതിന് പ്രൈസ് വരുന്ന ഒരു $50,000 മുതൽ ഒരു $80,000 വരെ, ഹൈ പെർഫോമൻസിലേക്കൊക്കെ വരുമ്പോഴത്തേന് $80,000 വരെ നമുക്ക് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അയോണിക് 5ൻ്റെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.